new narratives and new coin from that segment. ഓരോ ബുൾഡണിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹൈ റിട്ടേൺസ് തരുന്ന ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ ഒരു ബുൾഡൺ കാണാത്തത്, അതായത് കഴിഞ്ഞ ബുൾഡണിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് കോയിനുകളാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. നമ്മുടെ പോർട്ട്ഫോളിയോയിലെ ഹൈ റിസ്ക് ഹൈ റിവാർഡ് സെഗ്മെൻറ്റിലേക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള 10 ടോക്കണുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിമെമ്പർ, ഓൾ ഓഫ് ദം ആർ ബ്രാൻഡ് ന്യൂ ആൻഡ് നോട്ട് സീൻ എനി ബുൾ സൈക്കിൾ ബിഫോർ. ഈ 10 ടോക്കണുകൾ ഏതൊക്കെയാണെന്ന് അറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ അലോങ് വിത്ത് മീ, ഫെബിൻ ആൻഡ്രൂസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടോക്കൺസും ഒരു ഇൻഡിവിജ്വൽ വീഡിയോ ആയി ചെയ്യാൻ മാത്രം കെൽപ്പുള്ളവയാണ്. കാരണം അതിൻ്റെ പിന്നിലെ ഫണ്ടമെൻ്റൽസും അതിൻ്റെ ലോജിക്കും മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ജുഡീഷ്യസ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. ഈ കോയിനുകളിൽ ചിലതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ചിലത് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതുമാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമത്തെ ടോക്കൺ BVM, ബിറ്റ്കോയിൻ വെർച്വൽ മെഷീൻ. ഇത് ബിറ്റ്കോയിൻ L2 സെഗ്മെൻറ്റിൽ വരുന്ന വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ്. ഈ പ്രോട്ടോക്കോളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ബിറ്റ്കോയിൻ L2 അല്ല, ബിറ്റ്കോയിൻ L2 ചെയിനുകൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു മോഡുലർ ഫ്രെയിം വർക്കാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു ഡാറ്റ ലെയർ വേണമെങ്കിൽ ദേ ഹാവ് 10 ഓപ്ഷൻസ് ലൈക്ക് സെലസ്റ്റിയ, മാറ്റിക് എക്സെട്ര. അതിന്ന് ഒരെണ്ണം എടുത്ത് ഒരു ഡാറ്റ ലെയർ ആക്കാം. ഏതെങ്കിലും ഒരു ബിറ്റ്കോയിൻ L2 ഒരു പർട്ടിക്കുലർ സെക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ദേ ക്യാൻ റീപ്ലേസ് ദാറ്റ് സെഗ്മെൻറ്റ് വിത്ത് എ ന്യൂ വൺ. സോ ഈസിലി അപ്ഗ്രേഡബിൾ ആൻഡ് ഈസിലി റീപ്ലേസബിൾ. അങ്ങനെ ഉള്ള ബിറ്റ്കോയിൻ L2 ഇറക്കാൻ കപ്പാസിറ്റി ഉള്ള പ്രോട്ടോക്കോളാണ് BVM പ്രോട്ടോക്കോൾ. രണ്ടാമത്തെ ടോക്കണാണ് ASI. ഇത് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ ബുൾഡണിൽ ഏറ്റവും അധികം ഹൈപ്പ് ഉള്ള ഒരു സെഗ്മെൻറ്റാണ് AI. AI രംഗത്തെ ഏറ്റവും വലിയ 3 പ്രൊജക്റ്റുകൾ മെർജായി ഉണ്ടാകാൻ പോകുന്ന ഒരു കോയിനാണ് ASI. ഈ 3 പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ AGIX, അതായത് സിംഗുലാരിറ്റി നെറ്റ്, ഓഷൻ പ്രോട്ടോക്കോൾ ആൻഡ് ഫെച്ച് AI. ഫെച്ച് AI എന്ന് പറയുന്നത് AI ആപ്പുകളുടെ ഒരു ലെയർ ആണെങ്കിൽ ഓഷൻ എന്ന് പറയുന്നത് AI വർക്ക് ചെയ്യാൻ വേണ്ടുന്ന ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരു ലെയറാണ്. സിംഗുലാരിറ്റി നെറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ AIs ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോട്ടോക്കോളാണ്. അപ്പോൾ അങ്ങനെ ഈ 3 പ്രൊജക്റ്റും കൂടി മെർജ് ചെയ്ത ശേഷം ഉണ്ടാകാൻ പോകുന്ന ഒരു പുതിയ ടോക്കണാണ് ASI. ഡെഫിനറ്റ്ലി വി ഷുഡ് വാച്ച് ഫോർ ഇറ്റ്. ഈ മന്ത് എൻഡ് അറൗണ്ട് May 19th ഓർ സംതിങ് ആണ് ഈ ടോക്കണിൻ്റെ ലോഞ്ച് വരുന്നത്. മൂന്നാമത്തെ ടോക്കണാണ് സെൽഫ്രെയിം. ഈ ടോക്കൺ കഴിഞ്ഞ ബുൾഡണിൻ്റെ എൻഡിൽ വന്നെങ്കിലും ആ ഹൈപ്പിൽ വന്ന ടോക്കണാണ്. അതായത് ബുൾഡൺ പീക്കിൽ വന്നുകൊണ്ട് തന്നെ ക്വിക്ക് ഇവാലുവേഷനും എല്ലാം കിട്ടിയൊരു ടോക്കണാണ്. സെൽഫ്രെയിം എന്നുള്ള ടോക്കൺ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നുള്ള നെറേറ്റീവിൽ വരുന്നതാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കുറേ നാളുകളായി ഉള്ളതാണെങ്കിലും ഈയിടെയായി വളരെ പെട്ടെന്ന് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അഡ്വാൻസ് ചെയ്യുകയും പല രാജ്യങ്ങളും ലോട്ട് ഓഫ് ഫണ്ടിങ് ഇതിൻ്റെ റിസർച്ചിന് വേണ്ടി അലക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സുപ്രീമസി കിട്ടുന്ന രാജ്യത്തിന് ദർ വിൽ ബി ആൻ അപ്പർ ഹാൻഡ് ഓവർ അതേഴ്സ്. നെക്സ്റ്റ് പ്രൊജക്റ്റാണ് കമ്മ്യൂണിക് AI. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ AIയിലെ ഏറ്റവും പുതിയ ഒരു ടോക്കണാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ബിറ്റൻസർ ടാവുവിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് ഫോർക്കാണ്. നമുക്കറിയാം ബിറ്റൻസർ ടാവു എത്രത്തോളം റിട്ടേൺസ് ആണ് ഈവൻ ബെയർ മാർക്കറ്റിൽ കൊടുത്തതെന്ന്. സോ ഇറ്റ്സ് എൻ ഇംപ്രൂവ്ഡ് ഫോർക്ക് ഓഫ് ടാവ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രം AI സെഗ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ഓൺ അവർ വാച്ച് ലിസ്റ്റ്. നെക്സ്റ്റ് ടോക്കൺ DFrog ആണ്. ഇത് ERC-404 എന്ന് പറയുന്ന ഫ്രാക്ഷണലൈസ്ഡ് NFT നെറേറ്റീവിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്തുകൊണ്ട് ERC-404 അഥവാ ഫ്രാക്ഷണലൈസ്ഡ് NFT ഒരു നല്ല സെഗ്മെൻ്റ് ആണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ സെഗ്മെൻറ്റിലെ നമ്പർ 1 PFP ആയിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റാണ് DFrogs എന്നുള്ളത്. ഡെഫിനറ്റ്ലി എ മസ്റ്റ് വാച്ച് ടു അവർ ആർട്ട് ലിസ്റ്റ്. ആറാമത്തെ ടോക്കണിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഇതുവരെയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഓൾസോ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ പുതിയ ടോക്കൺസ് ടൈം ബൗണ്ടായി വളരെ പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആസ് എ കമ്മ്യൂണിറ്റി വി ഹെൽപ്പ് ഈച്ച് അതർ. സോ ഈ വരുന്ന ബുൾറണിലെ പുതിയ ആൽഫകൾ അറിയാൻ താല്പര്യമുള്ള വ്യക്തിയാണ് താങ്കളെങ്കിൽ ഒട്ടും സമയം കളയാതെ ടെലിഗ്രാമിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ആറാമത്തെ ടോക്കണാണ് പൈറിൻ പ്രോട്ടോക്കോൾ. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ കാസ്പ ഓൺ സ്റ്റെറോയിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കാസ്പയ്ക്ക് സ്മാർട്ട് കോൺട്രാക്റ്റ് വെച്ച് ഓൾറെഡി അപ്ഗ്രേഡഡ് ആയിട്ട് വരുന്ന പ്രോട്ടോക്കോളാണ് പൈറിൻ പ്രോട്ടോക്കോൾ. ഇറ്റ് ഈസ് എ കാസ്പ ഫോർ കാസ്പർ. കാസ്പ ഇൻസൈൻ ഗെയിൻസ് കൊടുത്ത ഒരു ടോക്കണാണ്. അതിന് ആകെ ഒരൊറ്റ ഫീച്ചറേ ഉള്ളൂ, ദാറ്റ് ഈസ് എ ഫാസ്റ്റസ്റ്റ് ബ്ലോക്ക് ചെയിൻ. പക്ഷേ അത് ഫോർക്ക് ചെയ്ത് അതിന് സ്മാർട്ട് കോൺട്രാക്ട് കേപ്പബിലിറ്റി കൊടുത്ത് ഇറങ്ങുന്ന പ്രോട്ടോക്കോളാണ് പൈറിൻ എന്ന് പറയുന്നത്. സോ വി ഷുഡ് പേ അറ്റൻഷൻ ടു ദാറ്റ്. ഏഴാമത്തെ ടോക്കണാണ് മൊണാഡ്. ഈയിടെയായി വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹോട്ട് കൺസെപ്റ്റ് ഉണ്ട്. അതാണ് പാരലൽ EVM എന്നുള്ളത്. പാരലൽ EVM ഫ്രം ബോട്ടം ടു ടോപ്പ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെയിനാണ് മൊണാഡ്. EVM എന്ന് പറഞ്ഞാൽ എത്തീരിയം വെർച്വൽ മെഷീനാണ്. അങ്ങനത്തെ എത്തീരിയം വെർച്വൽ മെഷീന് ഒരു പാരലൽ എക്സിക്യൂഷൻ കേപ്പബിലിറ്റി കൊടുത്ത് ഏത് പോയിന്റിലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു തരം നെറ്റ്വർക്കാണ് മൊണാഡ്. അതുകൊണ്ട് എത്തീരിയത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ബട്ട് ഇൻഫിനിറ്റ് സ്കെയിലബിലിറ്റി, അതാണ് മൊണാഡിൻ്റെ പ്രത്യേകത. ഡെഫിനറ്റ്ലി എ മസ്റ്റ് വാച്ച്. എട്ടാമത്തെ പ്രോട്ടോക്കോൾ അൽവര പ്രോട്ടോക്കോൾ. ഇത് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ ബാസ്ക്കറ്റ് ഓഫ് ടോക്കൺസ് ഉണ്ടാക്കി സ്വയം ഒരു പോർട്ട്ഫോളിയോ മാനേജറായി മാറുകയും മറ്റുള്ളവരുടെ ഫണ്ട് കളക്ട് ചെയ്ത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് നടത്തുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ നല്ല മാർക്കറ്റിംഗ് അനലൈസിങ് സ്കില്ലുള്ളൊരു വ്യക്തിയാണെങ്കിൽ സ്വന്തമായി മ്യൂച്വൽ ഫണ്ട് നടത്താൻ ഒരാളെ പ്രാപ്തനാക്കുന്ന സൈസ് പ്രോട്ടോക്കോളാണ് ERC-7621. അതിൽ നിന്നുള്ള ഫസ്റ്റ് ടോക്കണാണ് അൽവര എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പ്രീവിയസ്ലി ചെയ്തതാണ് ആൻഡ് എ മസ്റ്റ് വാച്ച്. ഒമ്പതാമത്തെ ടോക്കണാണ് ക്യൂബിക്. വളരെയധികം ഹൈപ്പ് ഈയിടെയായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടോക്കണാണ് ക്യൂബിക്. ഇതിൻ്റെ സപ്ലൈ സോ ഹ്യൂജ് ആയതുകൊണ്ട് ഇത് ഒറ്റ നോട്ടത്തിൽ ഒരു മീം കോയിൻ്റെ ഫീലാണ് കിട്ടുന്നതെങ്കിലും അണ്ടർനീത്ത് ഇറ്റ്സ് എ വെരി ഹൈ ടെക്. ഇത് പ്രൂഫ് ഓഫ് വർക്ക് വെച്ച് വർക്ക് ചെയ്യുന്ന വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ചെയിനാണ്. AI നരേറ്റീവിൻ്റെയും RWA നരേറ്റീവിൻ്റെയും അടിയിൽ വരുന്ന ഈ കോയിന് ഫീലെസ് ട്രാൻസാക്ഷൻസ് ആണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ AI ഗാർ എന്ന് പറയുന്ന ഒരു AI ലെയർ വരുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ പെർഫോം മാജിക്. ക്യൂബിക്കിനെ കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോയിൽ നമ്മൾ ഡീപ്പ് ഡൗൺ ചെയ്യുന്നതായിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ആൻഡ് വൺ ഓഫ് ദ ടോപ്പ് 10 കോയിൻസ് ഫോർ ദിസ് ബുൾ റൺ. പത്താമത്തെ വീഡിയോ ആണ് പ്രൊപ്പ് ബേസ്. അതായത് പ്രോപ്പർട്ടി റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു RWA സെഗ്മെൻറ്റിൽപ്പെട്ട കോയിനാണ് പ്രൊപ്പ് ബേസ്. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് ഇറങ്ങിയിരിക്കുന്നത് റീസെൻ്റ്ലി വളരെയധികം ഹൈപ്പ് കിട്ടിയ ആപ്റ്റോസ് ചെയിനിലാണ്. സോ ആപ്റ്റോസ് ചെയിനിലുള്ള പ്രൊപ്പ് ബേസ് കഴിഞ്ഞ സ്മോൾ ഹൈപ്പിൽ തന്നെ അറൗണ്ട് 6x to 7x റിട്ടേൺസ് കൊടുത്തൊരു ടോക്കണാണ്. അതുകൊണ്ട് ആക്ച്വൽ RWA ഹൈപ്പ് വരുമ്പോൾ ഒരു ഹ്യൂജ് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു ടോക്കണാണ് പ്രൊപ്പ് ബേസ് ഫ്രം RWA സെഗ്മെൻറ്റ്. 2024-25 ബുൾറണ്ണിലേക്ക് ഫിറ്റ് ആയിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോ നരേറ്റീവ്സും ഓരോ നരേറ്റീവ്സിലും ഓരോ വണ്ടർഫുൾ ടോക്കൺസും പരിചയപ്പെടുത്തിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ജോയിൻ അവർ ടെലിഗ്രാം. ഇത്തരത്തിലുള്ള കിടിലം ആൽഫകൾ നമ്മൾ അവിടെ വൃത്തിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്.